ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെർച്വൽ ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈത്തപ്പഴത്തിൻ്റെ ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് സ്പെഷ്യലായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്, ഈത്തപ്പഴം കാച്ചിയത്. എല്ലാവരും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഞാനിവിടെ അരി വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഇതാക്കുന്നത്. അരിയിലാണ് ഫില്ല് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിനോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് പച്ചരി 1/2 കപ്പ്, തേങ്ങ 1/4 കപ്പ്, ഉപ്പ്, പിന്നെ ഇവിടെ 10-15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. വെള്ളം 1/4 കപ്പ്, അരക്കാനായുള്ള വെള്ളം, പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണിത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നിന്ന് അടിച്ചെടുക്കാം. കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കുറച്ച് തിക്കായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കേണ്ടതാണ്. നമുക്കത് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. സാധാരണ എല്ലാവരും ഇത് മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അരി വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ വിത്തൊന്ന് പുറത്തേക്ക് എടുക്കാം. അതിന് വേണ്ടി അതിൻ്റെ സൈഡിലൊന്ന് കീറി കൊടുത്തിട്ട് അതുവഴി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഇതിൻ്റെ സൈഡിലൊന്ന് കട്ട് ചെയ്തിട്ട് അത് 2 പീസ് ആവാതെ തന്നെ നമുക്ക് അതിൻ്റെ വിത്തൊക്കെ എടുത്തു മാറ്റാവുന്നതാണ്. ഇതുപോലെ എടുത്തു മാറ്റി അടുത്തേക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മുമ്പുള്ളതുപോലെ തന്നെ ആയി കിട്ടും. ഇതുപോലെ ഓരോന്നിൻ്റെയും വിത്ത് എടുത്ത് മാറ്റാം. അതിൻ്റെ സൈഡിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വിത്ത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 പീസായിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. ഇതിന് മധുരം കുറച്ച് കൂടുതലായതുകൊണ്ട് അങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഞാനിങ്ങനെ മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും വിത്ത് പുറത്തേക്ക് എടുക്കാം. ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈത്തപ്പഴം തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് അതിൽ മുക്കിയെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം.
അതിന് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാനിപ്പോൾ മുഴുവൻ ഫ്രൈ എടുക്കുന്നുണ്ട്. ലാസ്റ്റിലുള്ള കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ട് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈദ് സ്പെഷ്യൽ സ്നാക്കായ ഈത്തപ്പഴം കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.